ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ദേവ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമായിരിക്കും, ഞാൻ ഇത്രയും ദിവസം വീട്ടിലില്ലായിരുന്നു. അപ്പോൾ എനിക്ക് C-സെക്ഷൻ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റെസ്റ്റിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. 2 ദിവസമായിട്ടുള്ള ഞാൻ വീട്ടിലെത്തിയിട്ട് അതിനുശേഷമുള്ള ദേവയുടെ ഫസ്റ്റ് പോകുന്ന വീഡിയോ ആണ്. പക്ഷേ എന്തായാലും അച്ഛനും അമ്മയും അവളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല ഹാപ്പി ആയിരുന്നു. ഇന്ന് നമ്മുടെ ദേവേനെ സ്കൂളിലാക്കിയിട്ട് വേണം നമുക്ക് ബേബിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ട് 5 ദിവസമായുള്ളൂ. അപ്പോൾ 5 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ബേബീനെ ഒന്ന് കാണിക്കാൻ ചെല്ലണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ദേവേനെ നമുക്ക് സ്കൂളിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേവയുടെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അവൾക്ക് സാധാ ചോറ് തിന്നുന്നത് അത്ര വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ നെയ്യ് ഒഴിച്ചിട്ട്, ഇതിൻ്റെ റെസിപ്പി നെയ്യ് ഒഴിച്ച് അതിനകത്ത് നമ്മൾ കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഇച്ചിരി ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്ത ഒരു ബിരിയാണി പോലാണ്. അപ്പോൾ അതും പിന്നെ മുട്ട ചിക്കിയതും പിന്നെ പപ്പടവും ആയിരുന്നേ. ഇത് നമ്മൾ ആദ്യത്തെ ദിവസം കൊടുത്തു വിട്ടപ്പോഴത്തേക്കും ഇവള് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പിറ്റേ ദിവസം മുതൽ പകുതിയായി. പിന്നെ അടുത്ത ദിവസം നമ്മൾ ഒന്നും കഴിക്കാതാണ് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം പിള്ളേർക്ക് മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ ലഞ്ച് ബോക്സും സ്നാക്സിനായിട്ട് അവൾക്ക് നമ്മുടെ മാംഗോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം നമ്മുടെ ദേവ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അമ്മമ്മയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛമ്മയുടെയും എല്ലാം അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് ദേവ പോയിട്ടുണ്ടായിരുന്നത്. പോകുന്നതിന് മുൻപ് ബേബീനെ ഒന്ന് കണ്ടിട്ട് ബേബിയോട് ടാറ്റ പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് ബേബിയെയും കണ്ട് അവൾ കുറേ സംസാരിച്ചിട്ടൊക്കെയാണ് പോയത്. ഉമ്മയൊക്കെ കൊടുത്ത് സ്നേഹത്തോടെ എന്താണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ഇറങ്ങുന്നത്. അതിന് മുമ്പ് അച്ഛൻ്റെ വക കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയുള്ള സമയമാണല്ലോ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സ്കൂൾ ബസ് വരാറായി. അങ്ങനെ അവളും അച്ഛന് പോവുകയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പോകുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ ടെൻഷൻ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ തന്നെയാണ് അവളെ സ്കൂൾ ബസ്സിൽ അയക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കുന്നത്. അവിടെ ചെന്ന് കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നിട്ടും ബസ് വന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് വന്ന് അവളെ കയറ്റിയൊക്കെ വിട്ടു. ഇപ്പം തന്നെ യൂണിഫോമൊക്കെ ഒരുമാതിരി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരുന്നു. നമ്മുടെ വാവയാണെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ട് ഒരുങ്ങി കുട്ടപ്പിക്കുട്ടിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഹോസ്പിറ്റലിൽ പോകാം. ഹോസ്പിറ്റലിലൊക്കെ പോയേച്ച് വന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ചക്ക ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ പാളിപ്പോയി. ചക്ക ബിരിയാണിക്ക് പകരം നമ്മൾ സാധാരണ ചക്ക കുഴയ്ക്കുകയും പിന്നെ നമ്മൾ മട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പം ഇഷ്ടംപോലെ ചക്കയൊക്കെ നിൽപ്പുണ്ട്. വിളഞ്ഞ ചക്ക നോക്കി ഞങ്ങൾ ഒരെണ്ണം അങ്ങ് പറിച്ചെടുത്തേ. ഇപ്പോൾ ചക്ക ഇനി ഒരു 1.5 മാസം കൂടെ ആയിക്കഴിഞ്ഞാൽ മൊത്തം ഒന്ന് വിളഞ്ഞ് സെറ്റായിട്ട് പഴുത്തൊക്കെ വരത്തുള്ളൂ. എന്നാലും നമ്മൾ ഉള്ള ചക്ക എടുത്ത് കുഴയ്ക്കാമെന്ന് വിചാരിച്ച്. ഈ പാകത്തിനല്ലേ നമ്മൾ കുഴച്ചെടുക്കുന്ന ചക്ക. അപ്പോൾ നമുക്ക് ഇതൊന്നെടുത്ത് കുഴയ്ക്കാമെന്ന് വിചാരിച്ച് ഞാനാണെങ്കിൽ അത് വെട്ടിയെടുക്കുവാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഒരുപാടങ്ങ് വിളഞ്ഞ ചക്കയൊന്നും അല്ലായിരുന്നു. അതിനകത്ത് ഏറ്റവും വലിയ ചക്ക നോക്കിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങ് മുറിച്ചിട്ടു. ഇത് പിടിക്കാനായിട്ട് നല്ല ഭാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ചക്കയെ. അതുകൊണ്ട് ഞാൻ എടുത്തില്ല, ചേട്ടനാണ് എടുത്തുകൊണ്ട് പോയതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് മട്ടൺ റെഡിയാക്കി എടുക്കണം. അപ്പം ഞങ്ങളാണെങ്കിൽ അവിടെ മട്ടൺ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ചക്ക ഇനി നമുക്ക് നന്നായിട്ട് പൊളന്ന് അതിനകത്തുനിന്ന് ഓരോന്ന് ചക്കച്ചുളയൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ചക്കയൊന്ന് പൊളന്നെടുക്കാം. അപ്പോൾ ദേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി അങ്ങ് വിളഞ്ഞിട്ടൊന്നുമില്ല. ഒരു ലൈറ്റ് മഞ്ഞ കളർ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം അതാണെങ്കിൽ തിന്ന് നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ചക്കയെല്ലാം ദേ ഇവിടെ കണ്ടിച്ച് മുറിച്ചെടുക്കുന്നുണ്ട്. അടുക്കള മൊത്തം വൃത്തികേടാക്കിയെന്ന് പറയാം. അങ്ങനെ ദേ എല്ലാം എടുക്കുന്നുണ്ട്. ഒരുപാട് ചുള ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ ചക്കയുടെ വലുപ്പത്തിനൊത്ത ചുളയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മട്ടനാണെങ്കിൽ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചക്കയാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട്
നമ്മുടെ മട്ടൻ ഒന്ന് വേവിക്കണം. കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് മട്ടൻ വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വെക്കാം. ലേശം മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നില്ല എന്തൊക്കെയാണ് ചേർത്തതെന്നുള്ളതൊന്നും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊക്കെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് പുരട്ടിയിട്ട് കുക്കറിൽ വെച്ച് അടിക്കുമായിരുന്നു. എല്ലാം കുക്കറിൽ വെച്ച് അടിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിൽ നമ്മൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം കൂടെ ചേർത്ത് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് മൊരിപ്പിച്ചെടുത്തിട്ട് നമ്മൾ മട്ടൻ കറി റെഡിയാക്കി എടുക്കുമായിരുന്നേ. അപ്പോൾ മട്ടൻ അതായത് നമ്മുടെ ചക്ക ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ചക്കയും മട്ടനും കൂട്ടിയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അവസാനം ഇങ്ങനെയൊക്കെ ആയി മാറി. ചോറും പിന്നെ മട്ടൻ കറിയും ചക്ക കുഴച്ചതും ആക്കിയായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ നല്ല മട്ടൻ കറി ആയിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ മട്ടൻ കറിയൊക്കെ റെഡിയായി, ചക്ക കുഴച്ചതും റെഡിയായി കേട്ടോ. നമ്മളിവിടെ ബീഫാണ് കൂടുതലും മേടിച്ചിട്ടുള്ളത്, മട്ടൻ അങ്ങനെ മേടിച്ചിട്ടേ ഇല്ല കേട്ടോ. മട്ടൻ കറി വെക്കാനായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ മേടിക്കാത്തത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് മട്ടനും ചക്കയും ഒക്കെ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ ദേവ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് ദേവ വരുന്നത് കേട്ടോ. എല്ലാം അവിടെ ഇവിടെയൊക്കെ കുളമാക്കി നശിപ്പിച്ചൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത്. വന്ന പാടെ വാവേനെയൊക്കെ നോക്കി അവളെ ഒന്ന് കൊഞ്ചിച്ചൊക്കെ ഇരിക്കുവാണ് ആൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ബൈ.